വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. ആദ്യം തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനകത്ത് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് UGC നെറ്റ് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കുവാനായിട്ടുള്ളത്. PG കഴിഞ്ഞിട്ടുള്ള പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് UGC നെറ്റ് JRF എങ്ങനെ നമ്മൾ ഒന്ന് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെ ഒത്തിരി പ്രയോജനമുണ്ട്. അതായത് നമുക്ക് ഇപ്പം PhD നമുക്ക് സ്റ്റൈഫൻഡോടുകൂടി തന്നെ PhD ചെയ്യാനായിട്ട് സാധിക്കും. IIT അല്ലെങ്കിൽ IIIT അല്ലെങ്കിൽ NIT പോലുള്ള സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് സ്റ്റൈഫൻഡോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് PhD ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമ്മൾ എങ്ങനെ നമ്മൾ ഈ UGC നെറ്റ് JRF നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് ആദ്യം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ലോജിക് ആണ്. അപ്പം ഈ മാത്തമാറ്റിക്കൽ ലോജിക്കിനകത്ത് നമ്മൾ ഈ പ്രപ്പോസിഷൻ ലോജിക്ക്, അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് ലോജിക്ക്, അതുപോലെ തന്നെ ഇക്വലൻസ്, ഈ പ്രപ്പോസിഷണൽ ഇക്വലൻസ് വരുന്നുണ്ട്. പിന്നെ നോർമൽ ഫോംസ്, പിന്നെ ഈ ക്വാണ്ടിഫൈസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നെസ്റ്റഡ് ക്വാണ്ടിഫൈസ്, പിന്നെ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഉണ്ടല്ലോ, അതായത് പല റൂൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക്ക് വരുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഇതിനകത്ത് വരുന്ന സെറ്റ് ആൻഡ് റിലേഷൻസ്. ഈ സെറ്റ് ആൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയർ സെക്കൻഡറി മുതലേ പഠിക്കുന്ന ആ ഒരു സെയിം ബേസിക്സ് തന്നെ ഇതിനകത്ത് നമുക്ക് വരുന്നുള്ളൂ. സെറ്റ് ഓപ്പറേഷൻസ്, ബേസിക് സെറ്റ് ഓപ്പറേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ റിലേഷൻസിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ റിലേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇക്വലൻസ് റിലേഷൻ, അതായത് ഇക്വലൻസ് റിലേഷൻ ആണ് ചെക്ക് ചെയ്യുന്നത്, സിമെട്രിക്, അതുപോലെ തന്നെ ട്രാൻസിറ്റീവ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഇതാണോ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ ഇക്വലൻസ് റിലേഷൻസ്. അതുപോലെ തന്നെ പാർഷ്യലി ഓർഡറിങ് സെറ്റ് ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്കിംഗ് ചാനൽസ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ സെറ്റ് ആൻഡ് റിലേഷൻസിനകത്ത് നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് കൗണ്ടിങ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി. ഇത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ടോപ്പിക്കാണ്. അതായത് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ബിടെക്കിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ബേസിക്സ് ഓഫ് കൗണ്ടിങ്, അതുപോലെ തന്നെ PG ഹോൾ പ്രിൻസിപ്പിൾ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നെറ്റിന് ചോദിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി വെച്ചുള്ള പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഒക്കെ ആണെങ്കിൽ പോലും അത് വലിയ പ്രൂഫായിട്ടൊന്നും അല്ല അവർ ചോദിക്കുന്നത്. ജസ്റ്റ് ഡിവിസിബിൾ ബൈ ആണ് അങ്ങനത്തെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ പ്രോബബിലിറ്റിയുടെ ഒക്കെ ആണെങ്കിലും കുറച്ച് തിങ്ക് ചെയ്ത് പെട്ടെന്ന് നമുക്ക് തിങ്ക് ചെയ്താൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രോബബിലിറ്റിക്കകത്തൊന്നാണെങ്കിലും ചോദിക്കാറുള്ളൂ. ബേസ് തിയറത്തിന്റെ ആണെങ്കിലും നമ്മൾ ബേസ് തിയറത്തിന്റെ ജസ്റ്റ് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ്. പിന്നെ ഇനി ഏതെങ്കിലും അതായത് വേറെ രീതിയിൽ ബേസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് സൊല്യൂഷൻ കിട്ടാനായിട്ട് പറ്റും ബേസ് തിയറം. സോ ഇതൊക്കെ ഈ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് 1 എന്ന് പറയാം. അതുപോലെ തന്നെ ഗ്രൂപ്പ് തിയറി നമുക്ക് വരുന്നുണ്ട്. ഗ്രൂപ്പ് തിയറി ആണെങ്കിലും അതിനകത്ത് വരുന്ന ഗ്രൂപ്പ്സ്, സബ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ സെമി ഗ്രൂപ്പ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യൻസ് ഓഫ് ആൽജിബ്രിക് സ്ട്രക്ചർ, അതുപോലെ തന്നെ ഐസോമോർഫിസം, ഹോമോമോർഫിസം, ഓട്ടോമോർഫിസം. ഇതിന്റെ എല്ലാം നമുക്ക് ചോദിക്കുന്ന സാധാരണ രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ റിങ്സിന്റെ ഒക്കെ ആണെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാം, ഡൊമെയിൻസ്, അതുപോലെ തന്നെ ഒരു ഫീൽഡ് ആണെന്നുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി. ഇനി ഗ്രാഫ് തിയറിക്കകത്താണെങ്കിലും ചോദിക്കുന്നത് സിമ്പിൾ ഗ്രാഫ്, ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് കൂടുതലായിട്ട് ഈ ഗ്രാഫ് തിയറിക്കകത്ത് നമുക്ക് ചോദിക്കുന്നത്. സോ പ്രോബ്ലംസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന പ്രോബ്ലംസ് തന്നെയാണ് ഇതിനകത്തും ചോദിക്കുന്നത്. മൾട്ടി ഗ്രാഫ്, വെയ്റ്റഡ് ഗ്രാഫ്, പിന്നെ സർക്യൂട്ട്. പിന്നെ ഒരു വെയ്റ്റഡ് ഗ്രാഫിൽ നമ്മൾ എങ്ങനെ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ഹാമിൽട്ടോണിയൻ പാത്ത്, സർക്യൂട്ട്, പ്ലാനാർ ഗ്രാഫ്, പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ് കളറിങ്. ഈ ഗ്രാഫ് കളറിങ് ഒക്കെ ആണെങ്കിലും ഗ്രാഫ് കളറിങ്ങിന് കുറച്ച് അതിൻ്റെതായുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ ബൈപാർട്ടൽ ഗ്രാഫ്, പിന്നെ ട്രീസ് ആൻഡ് റൂട്ടഡ് ട്രീസ്,
പ്രിഫിക്സ് കോഡ്, പിന്നെ ട്രീ ട്രാവേഴ്സൽസ്, സ്പാനിങ് ട്രീസ്, കട്ട് സെറ്റ്. ഈ സ്പാനിങ് ട്രീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ഒക്കെയാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. ട്രീ ട്രാവേഴ്സൽ ഒക്കെ ആണെങ്കിലും അത് ജസ്റ്റ് ബേസിക്കലി നമ്മൾ പഠിച്ച ആ ടൈപ്പ് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ട്രീ ട്രാവേഴ്സലിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഗ്രൂപ്പ് തിയറിക്കകത്ത് വരുന്നത്. ഇനി അടുത്ത നമുക്ക് ഇതിനകത്ത് വരുന്ന ബൂളിയൻ അൽജിബ്രയാണ്. ഈ ബൂളിയൻ അൽജിബ്രയ്ക്കകത്ത് വരുന്നത് ബൂളിയൻ ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് റെപ്രസെന്റേഷൻസ്, അതുപോലെ തന്നെ ബൂളിയൻ ഫങ്ഷൻസിന്റെ സിംപ്ലിഫിക്കേഷൻസ്. അപ്പൊ ഇതൊക്കെ നമ്മൾക്കറിയാം, കെ മാപ്പ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പം അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ബൂളിയൻ അൽജിബ്രയ്ക്കകത്തൊന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിനകത്ത് വരുന്ന അവസാനത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇത് ഇത് നിങ്ങൾ ചിലർ CBSE പഠിച്ചവരൊക്കെ ആണെങ്കിൽ +2 ഇതൊക്കെ പഠിക്കാനുള്ള ടോപ്പിക്കായിരുന്നു. ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതിനാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്തൊക്കെ മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ. മാത്തമെറ്റിക്കൽ മോഡൽ, പിന്നെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ, അതായത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ പല രീതിയിൽ സൊല്യൂഷൻസ് കിട്ടും. ഗ്രാഫിക്കൽ സൊല്യൂഷൻ, അതുപോലെ തന്നെ വേറെ സിംപ്ലക്സ് ആൻഡ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന സെൻസിറ്റീവ് അനാലിസിസ്, പിന്നെ ഇൻഡിജർ പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെന്റ് മോഡൽസ് പഠിക്കാനുണ്ട്, പിന്നെ പേർട്ട് CPM മെത്തേഡ്സ്. ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഡയഗ്രം റെപ്രസെന്റേഷൻ, പിന്നെ ക്രിട്ടിക്കൽ പാത്തിന്റെ ആ ഒരു കാൽക്കുലേഷന്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അത് മിക്കവാറും ഒക്കെ UGC നെറ്റിന് ചോദിക്കുന്നതാണ്. ക്രിട്ടിക്കൽ പാത്ത് കാൽക്കുലേഷൻസിന്റെ പ്രോബ്ലം, റിസോഴ്സ് ലെവലിംഗ്, കോസ്റ്റ് കൺസിഡറേഷൻ ഇൻ പ്രൊജക്ട് ഷെഡ്യൂളിംഗ്. ഇത് ഇത്രയാണ് നമുക്ക് ഒപ്റ്റിമൈസേഷനകത്ത് വരുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് യൂണിറ്റ് 2 വരുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്ന ആദ്യം ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് ആൻഡ് കമ്പോണൻസ്. ഇതിനകത്ത് വരുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, അതുതന്നെ നമുക്ക് ലോജിക് ഗേറ്റ്സ്, ബൂളിയൻ അൽജിബ്ര, മാപ്പ് സിംപ്ലിഫിക്കേഷൻ, പിന്നെ കോമ്പിനേഷൻ സർക്യൂട്ട്. ഇതിനകത്തു നിന്നൊക്കെ ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് ചിലപ്പം പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട് ഒക്കെ തന്നിട്ട്, അല്ലെങ്കിൽ ഡീകോഡർ മൾട്ടിപ്ലക്സറിന്റെ ഒക്കെ ചെറിയ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതും ചോദിക്കുന്നത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളൂ. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ആണെങ്കിലും മൾട്ടിപ്ലക്സർ, രജിസ്റ്റർ കൗണ്ടർ, മെമ്മറി യൂണിറ്റ്, ഇതിന്റെയൊക്കെ ജസ്റ്റ് നമുക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്തൊന്ന് ചോദിക്കാറുള്ളൂ. പിന്നെ ഡേറ്റ റെപ്രസെന്റേഷൻ, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം നിങ്ങളിത് നേരത്തെ ബിടെക്കിന് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചതാണ് ഈ ഡിജിറ്റൽ സർക്യൂട്ട് ആൻഡ് കമ്പോണൻസ്. അതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഓർമ്മ കാണും. പക്ഷെ ഡേറ്റ റെപ്രസെന്റേഷൻ വരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ചെറുതായിട്ട് അതിപ്പോൾ മറന്നു കാണും. അപ്പോൾ അത് നമ്മളിവിടെ കറക്റ്റായിട്ട് അത് ക്ലാസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡേറ്റ റെപ്രസെന്റേഷൻ, ഡേറ്റ ടൈപ്സ്, പിന്നെ നമ്പർ സിസ്റ്റം ആൻഡ് കൺവേർഷൻ, പിന്നെ അതുപോലെ ഫിക്സഡ് പോയിന്റ് റെപ്രസെന്റേഷനും ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏതൊരു എക്സാമിനാണെങ്കിലും, PSC എക്സാമിനാണെങ്കിൽ പോലും, ഗേറ്റ് എക്സാമിനാണെങ്കിലും, നെറ്റ് എക്സാമിനാണെങ്കിലും, ഫിക്സഡ് പോയിന്റ് റെപ്രസെന്റേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റേഷൻ വെച്ചുള്ളത് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇയർ ഡിറ്റക്ഷൻ കോഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പ്യൂട്ടർ അരിത്തമെറ്റിക്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ അൽഗോരിതംസ്. അടുത്ത് നമുക്ക് വരുന്ന രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഈ ബസ് മെമ്മറി ട്രാൻസ്ഫറും, പിന്നെ അരിത്തമെറ്റിക് ലോജിക് ആൻഡ് ഷിഫ്റ്റ് മൈക്രോ ഓപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ആൻഡ് മൈക്രോ ഓപ്പറേഷൻസിൽ നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ ആണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇൻസ്ട്രക്ഷൻ കോഡ്സ്, സ്റ്റോർഡ് പ്രോഗ്രാം ഓർഗനൈസേഷൻ, ഇൻസ്ട്രക്ഷൻ കോഡ്സ്, കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ്, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ, ആ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ആ ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ ആ ഒരു ഫോർമാറ്റ്, പിന്നെ മെമ്മറി റഫറൻസ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്, ആ ഒരു കുറച്ച് പ്രൊസീജിയേഴ്സ്, പിന്നെ ഇന്ററപ്റ്റിന്റെ കുറച്ച് വർക്കിംഗ്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണിത്. പിന്നെ പ്രോഗ്രാമിംഗ് ഇൻ ദ ബേസിക് കമ്പ്യൂട്ടർ, അപ്പൊ ഇതിനകത്ത് നമുക്ക് വരുന്നത് അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അസംബ്ലർ, പ്രോഗ്രാം ലൂപ്സ്, സബ് റൂട്ടീൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ് നമുക്ക് പ്രോഗ്രാമിംഗ് ദ ബേസിക് കമ്പ്യൂട്ടറിനകത്ത് വരുന്നത്. അടുത്ത് വരുന്ന മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളാണ്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ നിങ്ങൾ പഠിച്ചൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിന് അണ്ടർ വരുമ്പോൾ തന്നെ കൺട്രോൾ മെമ്മറി, അഡ്രൻസ് സീക്വൻസിങ്, പിന്നെ ഈ കൺട്രോൾ യൂണിറ്റിനെ എങ്ങനെ ഡിസൈൻ ചെയ്യും എന്നുള്ളത്, ഇതിനകത്ത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ,
സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അതിന്റെ സ്റ്റാക്ക് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത്, ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, അഡ്രസ്സിംഗ് മോഡ്, പിന്നെ റിസ്ക്, സിസ്ക്. അപ്പൊ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ മിക്കവാറും ചോദിക്കുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ റിസ്കിന്റെ പ്രോപ്പർട്ടീസ് തന്നിട്ട് ഇതിൽ ഏതാണ് റിസ്കിന്റെ പ്രോപ്പർട്ടീസ് അല്ലാത്തത് ഏതൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് UGC നെറ്റിൽ. അതുപോലെ തന്നെ അടുത്ത് വരുന്ന നമുക്ക് പൈപ്പ് ലൈനിങ് ആൻഡ് വെക്ടർ പ്രോസസ്സിംഗ്. ഇതിനകത്ത് വരുന്ന പാരലൽ പ്രോസസ്സിംഗ്, പൈപ്പ് ലൈനിങ്, അരിത്മെറ്റിക് പൈപ്പ് ലൈൻ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ പൈപ്പ് ലൈൻ ആൻഡ് വെക്ടർ പ്രോസസ്സിംഗിനകത്ത് വരുന്നത്. പിന്നെ ഈ പൈപ്പ് ലൈനിങ്ങിനൊക്കെ നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് UGC നെറ്റിനൊക്കെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷൻസ്, ഇതിനകത്ത് വരുന്ന പെരിഫറൽ ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇന്റർഫേസ്, പിന്നെ ഡേറ്റ അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ വരുന്നുണ്ട്, പിന്നെ ഏതൊക്കെ ട്രാൻസ്ഫർ മോഡ്സ് ഉണ്ടെന്നുള്ളത്, പിന്നെ പ്രയോറിറ്റി ഇന്ററപ്റ്റ്, DMA, സീരിയൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇതിനകത്ത് നോക്കിയുള്ള ക്വസ്റ്റ്യൻസ് തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മെമ്മറി ഹൈറാർക്കി എന്നാണെങ്കിലും തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി വിർച്വൽ മെമ്മറി ഒക്കെ വരുമ്പോൾ, ക്യാഷ് മെമ്മറി ഒക്കെ വരുമ്പോൾ അതിന്റെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അതിന് വരുന്നത്. മെയിൻ മെമ്മറി, ഓക്സിലറി മെമ്മറി, അസോസിയേറ്റീവ് മെമ്മറി, ക്യാഷ് മെമ്മറി, വിർച്വൽ മെമ്മറി, അതുപോലെ തന്നെ വിർച്വൽ മാനേജ്മെന്റ് ഹാർഡ്വെയർ. അടുത്ത പിന്നെ മൾട്ടി പ്രോസസ്സസ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൾട്ടി പ്രോസസ്സസ്, ഇന്റർ കണക്ഷൻ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഇന്റർ പ്രോസസ് ആർബിട്രേഷൻ, ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ, ക്യാഷ് കോഹറൻസ്. ഇമ്പോർട്ടന്റ് ആണ് ക്യാഷ് കോഹറൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മൾട്ടി കോർ പ്രോസസ്സേഴ്സ്. ഇതിനകത്തും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മെമ്മറി ഹൈറാർക്കി എന്നൊക്കെയാണ് ഷുവർ ക്വസ്റ്റ്യൻസ് UGC നെറ്റിന് ചോദിക്കാവുന്നതാണ്. അതുപോലെ ക്യാഷ് കോഹറൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൈപ്പ് ലൈനിങ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം. അടുത്ത നമുക്ക് വരുന്ന യൂണിറ്റ് 3 ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇതും നമ്മൾ നിങ്ങളിത് ബിടെക്കിനാണെങ്കിലും BC ആണെങ്കിലും MCA ആണെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. അതിനകത്ത് ആദ്യം വരുന്ന ലാംഗ്വേജ് ഡിസൈൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഇഷ്യൂസ് ആണ്. അതിനകത്ത് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റ്, പാരാഡിംസ്, മോഡൽസ്, പ്രോഗ്രാമിംഗ് എൻവയൺമെന്റ്സ്, അതുപോലെ വിർച്വൽ കമ്പ്യൂട്ടേഴ്സ്, ബൈൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സിൻടാക്സ് ഉണ്ട്. അതുപോലെ ട്രാൻസ്ലേഷൻ വരുന്ന സ്റ്റേജസ്, പിന്നെ ഫോർമൽ ട്രാൻസിഷൻ മോഡൽസ്, ഇതൊക്കെ ജസ്റ്റ് തിയറി ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എലമെന്ററി ഡാറ്റ ടൈപ്സ്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ടൈപ്സ് ആൻഡ് ഒബ്ജക്ട്സ്, സ്കേലർ ആൻഡ് കോമ്പസിറ്റ് ഡാറ്റ ടൈപ്സ്. അതുപോലെ അടുത്ത് വരുന്ന പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. ടോക്കൺസ്, ഐഡന്റിഫയേഴ്സ്, ഡാറ്റ ടൈപ്സ്, സീക്വൻസ് കൺട്രോൾ, സബ് പ്രോഗ്രാം കൺട്രോൾ, അറേസ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻ, സ്ട്രിങ്സ്, പോയിന്റേഴ്സ്, ഫങ്ഷൻസ്, ഫയൽ ഹാൻഡ്ലിംഗ്, കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ പ്രീ പ്രോസസ്സേഴ്സ്. സോ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ഉള്ള സാധ്യത കൂടുതലാണ് ഈ പ്രോഗ്രാമിംഗ് C എന്ന്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു കോഡ് തന്നിട്ട് ഇതിന്റെ ഒരു പ്രോഗ്രാം സ്നിപ്പറ്റ്, അതായത് ഏതെങ്കിലും പ്രോഗ്രാമിന്റെ പാർട്ട് തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ ചോദിക്കും. ഈ പോയിന്റേഴ്സ് ഒക്കെ സ്ട്രക്ചർ ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് കൺഫ്യൂഷൻസ് ആവും, പല രീതി കൺഫ്യൂഷൻ വരും പോയിന്റർ ഒക്കെ വരുമ്പോൾ. സോ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലോട്ട് വരുമ്പോഴാണെങ്കിൽ ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻസ്റ്റാൻഷിയേഷൻ, ഇൻഹെറിറ്റൻസ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ട് ക്ലാസ്, പോളിമോർഫിസം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻഹെറിറ്റൻസിന്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിമോർഫിസം, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മിക്കവാറും എല്ലാ വർഷങ്ങളിലും തന്നെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അടുത്ത പ്രോഗ്രാമിംഗ് ഇൻ C++, ടോക്കൺസ്, ഐഡന്റിഫയേഴ്സ്, വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്, ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഫംഗ്ഷൻ പാരാമീറ്റർ പാസിംഗ്, വിർച്വൽ ഫംഗ്ഷൻസ്, അതുപോലെ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സിന്റെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടേഴ്സ് ആണെങ്കിലും അതിന്റെ ആ ഒരു എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചാൽ, ഓവർലോഡിങ്, ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിനകത്ത് വരുന്ന ആ കൺസെപ്റ്റ് തന്നെയാണല്ലോ C++ എന്ന് പറയുന്നത്. C++ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണല്ലോ. ഓവർലോഡിങ്, ഇൻഹെറിറ്റൻസ്, ടെംപ്ലേറ്റ്സിന്റെ ഒരു യൂസേജ് C++ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവന്റ് ഹാൻഡ്ലിംഗ്, അതുപോലെ സ്ട്രീംസ് ആൻഡ് ഫയൽസ്, അതുപോലെ തന്നെ മൾട്ടിഫയൽ പ്രോഗ്രാം. C++ നിന്നാണെങ്കിലും തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വെബ് പ്രോഗ്രാമിംഗ് ആണ്. വെബ് പ്രോഗ്രാമിംഗ് നമുക്ക് HTML, DHTML, XML, സ്ക്രിപ്റ്റിംഗ്, അതുപോലെ ജാവ, സെർവ്ലെറ്റ്സ്, അതുപോലെ തന്നെ ആപ്ലെറ്റ്സ്, ഇതിനകത്തു നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത്.
അതുപോലെ തന്നെ അടുത്ത വരുന്നത് നമുക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനകത്ത് വരുന്ന ഈ ഡിവൈസസ് ഉണ്ടല്ലോ, ഈ വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിന്റെ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, റാസ്റ്റർ സ്കാനും റാൻഡർ സ്കാൻ സിസ്റ്റംസും തമ്മിലുള്ള കമ്പാരിസൺ, ആ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് അതിനകത്ത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് മോണിറ്റേഴ്സ്, ഇൻപുട്ട് ഡിവൈസസ്, പോയിന്റ്സ് ആൻഡ് ലൈൻസ്, ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിഡ് പോയിന്റ് സർക്കിൾ, അതുപോലെ തന്നെ എലിപ്സ് അൽഗോരിതംസ്, അതുപോലെ തന്നെ പോളിഗൺ ഫിൽ അൽഗോരിതംസ്, ബൗണ്ടറി ഫിൽ അൽഗോരിതം, ഫ്ലഡ് ഫിൽ അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ അൽഗോരിതംസ് എന്ന് പറയുന്നത്. ലൈൻ ഡ്രോയിങ് അൽഗോരിതംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ 2D ജോമെട്രിക്കൽ ട്രാൻസ്ഫോംസ് ആൻഡ് വ്യൂ, ഇതിനകത്ത് തന്നെ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ സ്കെയിലിംഗ്, റൊട്ടേഷൻ, റിഫ്ലക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ആക്സിസ് റിഫ്ലക്ട് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്പുട്ട് മിനിട്രിക് റെപ്രസെന്റേഷൻ, അതിന് ഹോമോജീനിയസ് കോർഡിനേറ്റ്സ്, കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ കോർഡിനേറ്റ് സിസ്റ്റംസ് തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ വ്യൂയിങ് പൈപ്പ്ലൈൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വ്യൂയിങ് കോർഡിനേറ്റ് റെഫറൻസ് ഫ്രെയിം, അതുപോലെ വിൻഡോ ടു വ്യൂ പോർട്ട് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യൂയിങ് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ലൈൻ ആൻഡ് പോളിഗൺ ക്ലിപ്പിംഗ് അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിനകത്തു നിന്നൊക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ടാണെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വരുന്നത് 3D ഒബ്ജക്ട് റെപ്രസെന്റേഷൻ, ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് വ്യൂ. ഇതിനകത്ത് വരുന്നത് പോളിഗൺ സർഫസ്, അതിന് ക്വാഡ്രിക് സർഫസ്, സ്പ്ലൈൻ റെപ്രസെന്റേഷൻ, ബിസിയർ ആൻഡ് ബി സ്പ്ലൈൻ കർവ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബി സ്പ്ലൈൻ സർഫസസ്, ഇലുമിനേഷൻ മോഡൽസ്, അതുപോലെ തന്നെ പോളിഗൺ റെൻഡറിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണുള്ളത്. ഓക്കെ, പിന്നെ ജനറൽ പ്രൊജക്ഷൻ ട്രാൻസ്ഫോംസ് ആൻഡ് ക്ലിപ്പിംഗ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമുക്ക് അടുത്ത വരുന്ന ടോപ്പിക് യൂണിറ്റ് 4 ആണ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ്. അപ്പൊ അതിനകത്ത് ആദ്യം ഡേറ്റാബേസ് കൺസെപ്റ്റ് ആൻഡ് ആർക്കിടെക്ചർ. ഇതിനകത്ത് നമുക്ക് വരുന്ന ഡേറ്റ മോഡൽസ് ഏതൊക്കെയാണുള്ളത്, സ്കീമാസ് ആൻഡ് ഇൻസ്റ്റൻസസ്, ഇതൊക്കെ നമുക്ക് തിയറി ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. 3 സ്കീം ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഡേറ്റ ഇൻഡിപെൻഡൻസ്, നമുക്ക് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ്, ലോജിക്കൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ ആണെങ്കിലും ചോദിക്കുന്നതാണ്. പിന്നെ ഡേറ്റാബേസ് ലാംഗ്വേജസ്, ഇന്റർഫേസസ്, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. DBMസിന്റെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ, സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറും അതുപോലെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്റെ ഒക്കെ ആ ഒരു മെത്തഡോളജി, അതൊക്കെ ചോദിക്കാവുന്നതാണ്. ഡേറ്റാബേസ് കൺസെപ്റ്റ് ശരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് കുറച്ചൊന്ന് ആലോചിച്ച് നോക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും UGC നെറ്റിന് സാധാരണ ചോദിക്കുന്നത്. ഡേറ്റ മോഡലിനകത്ത് നമുക്ക് TR ഡയഗ്രത്തിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ റിലേഷണൽ മോഡൽ, കൺസ്ട്രെയിൻസ്, ലാംഗ്വേജസ്, ഡിസൈൻ, അതുപോലെ പ്രോഗ്രാമിംഗ്, റിലേഷണൽ ഡേറ്റാബേസ് സ്കീമാസും ചോദിക്കാവുന്നതാണ്. അതുപോലെ അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ചോദിക്കാവുന്നതാണ്. പിന്നെ റിലേഷൻ അൾജിബ്ര, അതുപോലെ റിലേഷണൽ കാൽക്കുലസ്, ഓക്കെ, പിന്നെ കോഡ് റൂൾസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ മോഡലിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. SQL നമുക്ക് ഡേറ്റ ഡെഫിനിഷൻ, ഡേറ്റ ടൈപ്സ്, പിന്നെ കൺസ്ട്രെയിൻസ്, പിന്നെ ക്വറീസ് എങ്ങനെയാണെന്നുള്ളത്. ക്വറീസ് ഒക്കെ ആണെങ്കിലും സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ഒരു ടേബിളിൽ കുറച്ച് എൻട്രീസ് തന്നിട്ട്, കുറച്ച് റോസ് തന്നിട്ട്, അതുപോലെ തന്നെ ക്വറി തന്നിട്ട് ഈ ക്വറി എത്ര റോയിന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ കറക്റ്റ് ക്വറി എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തുനിന്ന് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. മിക്കവാറും UGC നെറ്റിനാണെങ്കിലും ഗേറ്റിനാണെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ക്വറി എന്നൊക്കെയാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് മിക്കവാറും. ഇൻസേർട്ട് കമാൻഡ്സ്, അപ്ഡേറ്റ്, അതുപോലെ തന്നെ ഡിലീറ്റ്, പിന്നെ അതുപോലെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണുള്ളത്, സ്റ്റോർഡ് പ്രൊസീജിയർ, ഫങ്ഷൻസ്, പിന്നെ ട്രിഗേഴ്സ്, SQL ഇൻജക്ഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗർ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ UGC നെറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നോർമലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നോർമലൈസേഷനിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നോർമലൈസേഷൻ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നോർമലൈസേഷൻ നോർമൽ ഫോം ഏതാണ്, ഡിപ്പെൻഡൻസീസ് എന്നിട്ട് നോർമൽ ഫോംസ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, നോർമലൈസേഷൻ, പിന്നെ ക്വറി പ്രോസസ്സിംഗിന്റെ അൽഗോരിതംസ്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗിന്റെ ആ ഒരു കൺസെപ്റ്റ്, പിന്നെ കൺകറൻസി കൺട്രോൾ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തന്നെ ഡേറ്റാബേസ് റിക്കവറി ടെക്നിക്സ്,
പിന്നെ ഒന്ന് ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് റിലേഷണൽ ഡേറ്റാബേസസ്, പിന്നെ ഡേറ്റാബേസ് സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് മെയിനായിട്ട് മിക്കവാറും എല്ലാ വർഷവും ചോദിക്കുന്ന നോർമലൈസേഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എസ്ക്യുഎൽ ക്വറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺകറൻസി കൺട്രോൾ ടെക്നിക്സും ഡേറ്റാബേസ് റിക്കവറി ടെക്നിക്സ് ഒക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉള്ള കൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ അടുത്തത് എൻഹാൻസ്ഡ് ഡേറ്റ മോഡൽസ്. ഇതിനകത്ത് നമുക്ക് വരുന്ന ഡേറ്റാബേസ് കൺസെപ്റ്റ്, ടെമ്പറൽ ഡേറ്റാബേസ് കൺസെപ്റ്റ്സ്, തന്നെ മൾട്ടിമീഡിയ ഡേറ്റാബേസിനൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും. ഡിഡക്റ്റീവ് ഡേറ്റാബേസ്, അതുപോലെ തന്നെ XML, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഡേറ്റാബേസസ്, മൊബൈൽ ഡേറ്റാബേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ജിനോം ഡേറ്റ മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസസ് ആൻഡ് ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ. ഇതിനകത്തുനിന്ന് കുറച്ചുകൂടെ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിനകത്തുനിന്ന് എൻഹാൻസ്ഡ് ഡേറ്റ മോഡൽസിനകത്തുനിന്ന് ചോദിക്കാറുള്ളത്. അതൊരു ഡേറ്റ വെയർ ഹൗസിംഗ്, ഡേറ്റ മൈനിങ്, അടുത്ത ടോപ്പിക് ഡേറ്റ മോഡലിംഗ് ഫോർ ഡേറ്റ വെയർ ഹൗസ്, കൺസെപ്റ്റ് ഹൈറാർക്കി, OLAP, OLTP, അതുപോലെ അസോസിയേഷൻ റൂൾസ്, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലസ്റ്ററിങ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ ഒക്കെ പിന്നെ ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ മൈനിങ്. അതുപോലെ സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, അതുപോലെ തന്നെ കെ നിയറസ്റ്റ് നമ്പേഴ്സ്, ഈ അൽഗോരിതംസ് ഉണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. കെ നിയറസ്റ്റ് നമ്പർ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, ഹിഡൻ മാർക്കോവ് മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മറൈസേഷൻ, ഡിപെൻഡൻസി മോഡലിംഗ്, ലിങ്ക് അനലൈസ്, സീക്വൻസിങ് അനാലിസിസ് ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്. ഇതിനകത്ത് ഈ അൽഗോരിതംസ് ഉണ്ടല്ലോ ക്ലസ്റ്ററിംഗ്, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, SVM, കെ നിയറസ്റ്റ് നമ്പർ, ഹിഡൻ മാർക്കോവ് മോഡൽ, ഇതിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് സാധാരണ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നമുക്കുള്ള ബിഗ് ഡാറ്റ സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് ഡാറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈപ്സ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മാപ്പ് റെഡ്യൂസ് ഹഡൂബ്, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും നോക്കിയിട്ട് തന്നെ പോകും. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയാനുള്ളൂ. മാപ്പ് റെഡ്യൂസ് ആൻഡ് ഹഡൂബിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, അതുപോലെ തന്നെ HDFS-ഉം NoSQL-ഉം, പിന്നെ അതുപോലെ ക്വറി ഒപ്റ്റിമൈസേഷൻ, പിന്നെ അതുപോലെ തന്നെ NoSQL-ന്റെ പ്രൊഡക്ട്സ്, പിന്നെ അതുപോലെ തന്നെ NoSQL-ന്റെ ആ ഒരു ക്വറിയിങ്. ഓക്കെ, പിന്നെ ഈ ക്ലൗഡിൽ എങ്ങനെ NoSQL നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, ഇതൊക്കെ വലിയ ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല ഇതിനകത്തുനിന്ന് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർത്തോണം. ജസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. മാപ്പ് റെഡ്യൂസിങ്ങിന്റെ, ഹഡൂബിന്റെ ആർക്കിടെക്ചർ, പിന്നെ ഇങ്ങനത്തെ ഉള്ള ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ബിഗ് ഡാറ്റ സിസ്റ്റംസിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 5-നകത്ത് നമുക്ക് നോക്കാനുള്ളത് സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആദ്യ സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് മെഷീൻ അസംബ്ലി ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ്, അതുപോലെ തന്നെ ലിങ്കിങ്, ലോഡിംഗ്, റീലൊക്കേഷൻസ്, മാക്രോസ്, ഡീബഗേഴ്സ്. ഇതിനകത്തു നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ നെറ്റിന് ചോദിക്കാറുള്ളത്. ബേസിക്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്ട്രക്ചർ, പിന്നെ സർവീസസ്, സിസ്റ്റം കോൾസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, സിസ്റ്റം ബൂട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെയാണെങ്കിലും ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. പ്രോസസ് മാനേജ്മെന്റ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ടോപ്പിക്കാണ്. പ്രോസസ് ഷെഡ്യൂളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഷെഡ്യൂളിങ്ങിൻ്റെ ഒക്കെ റൗണ്ട് റോബിൻ, അതുപോലെ തന്നെ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, ഫസ്റ്റ് കം ഫസ്റ്റ് FCFS, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതുപോലെ ഷോർട്ടസ്റ്റ് ഓഫ് ഫസ്റ്റ്, ഈ ഷെഡ്യൂളിങ്ങിനൊക്കെ ആണെങ്കിലും നമുക്ക് പ്രോബ്ലംസ് തന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. UGC നെറ്റിന്റെ എക്സാംസിന് എല്ലാം തന്നെ പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ പ്രോസസ് സിങ്ക്രണൈസേഷൻ ഒക്കെ ആണെങ്കിലും പ്രോബ്ലംസ് മിക്കവാറും നെറ്റിനാണെങ്കിലും ഗേറ്റിനാണെങ്കിലും ചോദിക്കാറുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീറ്റർസൺ സൊല്യൂഷൻ, സെമാഫോർ സിങ്ക്രണൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ടേംസ് തന്നെയാണ് ഇതെല്ലാം. റെഡ്സിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ്, തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. മൾട്ടി കോർ പ്രോഗ്രാമിംഗ്, മൾട്ടി ത്രെഡിംഗ് മോഡൽസ്, ത്രെഡ് ലൈബ്രറീസ്, ഇംപ്ലിസിറ്റ് ത്രെഡിംഗ് ഇഷ്യൂസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. CPU ഷെഡ്യൂളിംഗ്, അതുപോലെ ഷെഡ്യൂളർ ക്രൈറ്റിംഗ് അൽഗോരിതം, ത്രെഡ് ഷെഡ്യൂളിംഗ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൽഗോരിതംസ്, പിന്നെ അതുപോലെ റിയൽ ടൈം CPU ഷെഡ്യൂളിംഗ്, ഡെഡ് ലോക്കിന്റെ ഒക്കെ ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും UGC നെറ്റിന് ചോദിക്കുന്നതാണ്. ബാങ്കേഴ്സ് അൽഗോരിതം ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, അവോയ്ഡൻസ്, ഡിറ്റക്ഷൻ, റിക്കവറി ഫ്രം ഡെഡ് ലോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. മെമ്മറി മാനേജ്മെന്റ് ആണെങ്കിലും പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കുന്നതാണ് നെറ്റിന്. കണ്ടിന്യൂസ് മെമ്മറി അലൊക്കേഷൻ, സ്വാപ്പിംഗ്, അതുപോലെ പേജിങ്ങിന്റെ പ്രോബ്ലംസ്, അതുപോലെ സെഗ്മെന്റേഷൻ, ഡിമാൻഡ് പേജിങ്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്, പല അൽഗോരിതംസ് ഉണ്ട്. പിന്നെ അലൊക്കേഷൻ ഓഫ് ഫ്രെയിംസ്, ത്രാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. മെമ്മറി മാപ്ഡ് ഫയൽസ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ശരിക്കും സിസ്റ്റം, സോഫ്റ്റ്വെയർ, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു രണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഏരിയ ആണ്. ഓക്കെ, സ്റ്റോറേജ് മാനേജ്മെന്റ്,
ഡിസ്ക് സ്ട്രക്ചർ, പിന്നെ ഷെഡ്യൂളിങ്, റേറ്റ് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. റേറ്റ് ലെവൽസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ഫയൽ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം അസിസ്റ്റൻസ്, ആക്സസ് മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടറി ആൻഡ് ഡിസ്ക് സ്ട്രക്ചർ, ഫയൽ സിസ്റ്റം മൗണ്ടിങ്, ഫയൽ ഷെയറിംഗ്, അതുപോലെ ഫയൽ സിസ്റ്റം സ്ട്രക്ചർ ഇംപ്ലിമെന്റേഷൻ, ഡയറക്ടറി ഇംപ്ലിമെന്റേഷൻ, അലൊക്കേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ ഫ്രീ സ്പേസ് മാനേജ്മെന്റ്, എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്, റിക്കവറി, IO ഹാർഡ്വെയർ, ആപ്ലിക്കേഷൻ IO ഇന്റർഫേസ്, കേർണൽ IO സബ്സിസ്റ്റംസ്, ട്രാൻസ്ഫോമിംഗ് IO റിക്വസ്റ്റ് ടു ഹാർഡ്വെയർ ഓപ്പറേഷൻ. ഇപ്പോൾ ഈ ഫയൽ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റംസിൽ നിന്നാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് UGC നെറ്റിന്. കാരണം തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്തും ചോദിക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് വലിയ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഫയൽ ആൻഡ് ഇൻപുട്ട് സിസ്റ്റംസിൽ നിന്ന് സാധാരണ ചോദിക്കാറില്ല. ഓക്കെ, ഈ സ്റ്റോറേജ് മാനേജ്മെന്റിനാണെങ്കിലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തിയറി ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അടുത്ത നമുക്ക് സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ, ആക്സസ് മെട്രിക്സ് ഫോം ചെയ്തെടുക്കുന്നതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണുള്ളത്, ആക്സസ് കൺട്രോൾ, റിവോക്കേഷൻ ഓഫ് ആക്സസ് റൈറ്റ്, അതുപോലെ പ്രോഗ്രാം ത്രെഡ്സ്, സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് ത്രെഡ്സ്, ക്രിപ്റ്റോഗ്രഫി ആസ് എ സെക്യൂരിറ്റി ടൂൾ, യൂസർ ഐഡന്റിഫിക്കേഷൻ, ഇംപ്ലിമെന്റിംഗ് സെക്യൂരിറ്റി ഡിഫൻസസ്. ഈ ക്രിപ്റ്റോഗ്രഫിക്കകത്ത് നോക്കുകയാണെങ്കിലും ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട്. വെർച്വൽ മെഷീൻസ്, ടൈപ്പ് ഓഫ് വെർച്വൽ മെഷീൻസ് ഏതൊക്കെയാണുള്ളത്, വെർച്വലൈസേഷൻ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുനിന്ന് ഡിസൈൻ പ്രിൻസിപ്പിൾ, കേർണൽ മൊഡ്യൂൾസ്, അതിനകത്ത് വരുന്ന പ്രോസസ് മാനേജ്മെന്റ്, ഷെഡ്യൂളിംഗ് എങ്ങനെയാണെന്നുള്ളത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, മെമ്മറി മാനേജ്മെന്റ് ലിനക്സിന്റെ, പിന്നെ ലിനക്സ് ഓയിസിന്റെ ഫയൽ സിസ്റ്റംസ്, പിന്നെ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ നെറ്റ്വർക്ക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് നോക്കിയുള്ള ക്വസ്റ്റ്യൻസും സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളതാണ്. അതുപോലെ അടുത്ത വരുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിനകത്ത് നമുക്ക് ഡിസൈൻ പ്രിൻസിപ്പിൾസ്, സിസ്റ്റം കമ്പോണൻസ്, ടെർമിനൽ സർവീസസ് ആൻഡ് ഫാസ്റ്റ് യൂസർ സ്വിച്ചിങ്, ഫയൽ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, നെറ്റ്വർക്കിംഗ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് വരുന്നത് നമുക്ക് ഈ നെറ്റ്വർക്ക് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ടൈപ്സ് ചോദിക്കാറുണ്ട്, നെറ്റ്വർക്ക് സ്ട്രക്ചർ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ ആൻഡ് പ്രോട്ടോകോൾസ്, റോബസ്റ്റ്നെസ്, ഡിസൈൻ ഇഷ്യൂസ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ ചോദിക്കുക UGC നെറ്റിന് മിക്കവാറും ചോദിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് യൂണിറ്റ് 6, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആദ്യം വരുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ആണ്. അപ്പം അതിനകത്ത് സോഫ്റ്റ്വെയർ പ്രോസസ്, അതുപോലെ ജനറിക് പ്രോസസ് മോഡൽ, ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി, ടാസ്ക് സെറ്റ് ആൻഡ് പ്രോസസ് പാറ്റേൺസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ് ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിസ്ക്രിപ്റ്റീവ് പ്രോസസ് മോഡൽസ്, അതുപോലെ പ്രൊജക്ട് മാനേജ്മെന്റ്, കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഫോർമൽ മെത്തേഡ്സ്, അജൈൽ പ്രോസസ് മോഡൽസ്. അജൈൽ പ്രോസസ്സിൽ നിന്നൊക്കെ, അജൈൽ മോഡലിൽ നിന്നൊക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എക്സ്ട്രീം പ്രോഗ്രാമിംഗ്, XP, അതുപോലെ തന്നെ സ്ക്രം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെവലപ്മെന്റ് മോഡൽ, ക്രിസ്റ്റൽ, വെബ് എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് എന്നാണ് തോന്നുന്നത്. സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ആണ് അടുത്തത് വരുന്നത്. അതിനകത്ത് വരുന്ന ഫങ്ഷൻ നോൺ ഫങ്ഷൻ റിക്വയർമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യൂസ് കേസസ് ഡെവലപ്പ് ചെയ്യുന്നത്, റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് മോഡലിംഗ്, പിന്നെ SRS ഡോക്യുമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SRS ഡോക്യുമെന്റ് ഒക്കെ സോഫ്റ്റ്വെയർ ഡിസൈനകത്ത് വരുന്ന അബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺസ്, അതുപോലെ സെപ്പറേഷൻ ഓഫ് കൺസേൺസ്, മോഡുലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫോർമേഷൻ ഹൈഡിങ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസ്, കൊഹഷൻ ആൻഡ് കപ്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇത് തമ്മിലുള്ള ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് ഓഫ് കൊഹഷനും ടൈപ്പ് കപ്ലിങ്ങും. അപ്പൊ ആ ടൈപ്സിൽ നിന്ന് തന്നെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ, ഡാറ്റ ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ, അതുപോലെ യൂസർ ഇന്റർഫേസ് ഡിസൈൻ, കമ്പോണന്റ് ലെവൽ ഡിസൈൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ്വെയർ ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അടുത്തത് നമുക്ക് വരുന്ന സോഫ്റ്റ്വെയർ ക്വാളിറ്റി ആണ്. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ISO, ക്വാളിറ്റി ഫാക്ടേഴ്സ്, അതുപോലെ ക്വാളിറ്റി അഷുറൻസ്, പിന്നെ റിസ്ക് മിറ്റിഗേഷൻ, അതുപോലെ തന്നെ RMM, അതുപോലെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത എസ്റ്റിമേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LOC, FP മെട്രിക്സും അത് ബേസിക് എസ്റ്റിമേഷൻസും, അതുപോലെ എസ്റ്റിമേഷൻ മോഡൽസും, പിന്നെ COCOMO കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചുള്ള പ്രോബ്ലംസ് ആണെങ്കിലും സാധാരണ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് COCOMO മോഡലിലേക്കാണ്. പിന്നെ പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ആൻഡ് സ്റ്റാഫിംഗ്, ടൈം ലൈൻ ചാർട്ട്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത്. വെരിഫിക്കേഷൻ, വാലിഡേഷൻ, എറർ, പിന്നെ യൂണിറ്റ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. മാറിപ്പോയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ബേസിസ് പാത്ത് ടെസ്റ്റിംഗ്, കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ്,
deriving test cases, alpha beta testing important ആണ്, regression testing, stress testing, performance testing ഇതെല്ലാം important ആണ്. then അടുത്ത വരുന്ന സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, അത് വരുന്ന ചേഞ്ച് കൺട്രോൾ ആൻഡ് വേർഷൻ കൺട്രോൾ ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ റീയൂസിന്റെ കൺസെപ്റ്റും ആ ഒരു തിയറി പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ് എന്താണ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഇതൊക്കെ ഒന്ന് മനസ്സിലായി തന്നെ പോകണം. കാരണം ഇതിനകത്തൊന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് യൂണിറ്റ് 7, ദാറ്റ് ഈസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. ഇതിനകത്ത് നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്ത് അറേസ് ആൻഡ് ദർ ആപ്ലിക്കേഷൻ, സ്പാർസ് മെട്രിക്സ്, സ്റ്റാക്ക് ക്യൂസ് ആൻഡ് പ്രയോറിറ്റി ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഇതെല്ലാം. ട്രീസ്, ഫോറസ്റ്റ്, ബൈനറി ട്രീ, അതിന്റെ പ്രോപ്പർട്ടീസ്, ത്രെഡഡ് ബൈനറി ട്രീ. ഈ ബൈനറി ട്രീ ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ സാധാരണ ഉള്ള ക്വസ്റ്റ്യൻസ്, ഹൈറ്റ്, അതുപോലെ തന്നെ ഡെപ്ത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ബൈനറി സെർച്ച് ട്രീയുടെ പ്രോപ്പർട്ടീസ്, ഏവിയൽ ട്രീയുടെ കണ്ടീഷൻസ്, ബി ട്രീ, ബി പ്ലസ് ട്രീ, പിന്നെ ബി സ്റ്റാർ ട്രീ, പിന്നെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ ഫോർ സെർച്ച്, ഗ്രാഫ്, സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് അൽഗോരിതംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഷിംഗ്, ഇതൊക്കെ ജസ്റ്റ് നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ട്രീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത വരുന്നത് പെർഫോമൻസ് അനാലിസിസ് ഓഫ് അൽഗോരിതം റിക്കറൻസസ്. അത് ഇതിനകത്ത് വരുന്നത് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന, ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അൽഗോരിതം തന്നിട്ടില്ല, പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, അസിംപ്റ്റോമാറ്റിക് നൊട്ടേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും, പിന്നെ റെക്കറൻസ് റിലേഷൻസ് സോൾവ് ചെയ്യുന്നതും, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിനകത്തുനിന്നെല്ലാം. ഓക്കെ, ഡിസൈൻ ടെക്നിക്സിനകത്ത് നമുക്ക് വരുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി അൽഗോരിതംസ്, ബാക്ക് ട്രാക്കിംഗ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ഇതെല്ലാം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വലിയ ടൈം എടുത്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും പ്രോബ്ലംസ് ചോദിക്കുവാണെങ്കിൽ തന്നെ ചോദിക്കുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ ഡൈനാമിക്, ഇപ്പം നമുക്ക് ഈ ഡിജിറ്റൽ അൽഗോരിതം ഏത് കാറ്റഗറി വരുന്നതാണ്, അല്ലെ ഏതെങ്കിലും ഒരു അൽഗോരിതം തന്നിട്ട് ഏത് കാറ്റഗറിക്കകത്ത് വരുന്ന അൽഗോരിതം ആണെന്നുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന. ഓക്കെ, ലോവർ ബൗണ്ട് തിയറി, കമ്പാരിസൺ ട്രീസ്, ലോവർ ബൗണ്ട് ത്രൂ റിഡക്ഷൻസ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഗ്രാഫ് അൽഗോരിതംസ് വരുമ്പോഴത്തേന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BFS, DFS, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന, മാക്സിമം ഫ്ലോ, അതുപോലെ മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കുന്ന അൽഗോരിതംസ്, പ്രിൻസ്, ക്രുസ്കൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ആണെങ്കിൽ സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളതാണ്. കോംപ്ലക്സിറ്റി തിയറിയിലോട്ട് വരുമ്പോൾ P ആൻഡ് NP ക്ലാസ് പ്രോബ്ലംസ്, NP കമ്പൈൻസ് ആൻഡ് റെഡ്യൂസിബിലിറ്റി, ഇതിനകത്തൊന്ന് സാധാരണ ഏത് പ്രോബ്ലം ആണ്, പി പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ NP ക്ലാസ് പ്രോബ്ലം ആണോ, P ക്ലാസ് പ്രോബ്ലം ആണോ, അത് NP കംപ്ലീറ്റ്നെസ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നതിനകത്തും. സെലക്ടഡ് ടോപ്പിക്സ്, നമ്പർ തിയററ്റിക് അൽഗോരിതംസ്, പോളിനോമിയൽ അൽഗോരിതം, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം, സ്ട്രിംഗ് മാച്ചിങ് അൽഗോരിതംസ്, പിന്നെ അഡ്വാൻസ്ഡ് അൽഗോരിതംസിനകത്ത് പാരലൽ അൽഗോരിതംസ് ഫോർ സോർട്ടിങ്, അതുപോലെ സെർച്ചിങ്, അതുപോലെ മെർജിങ്, അപ്രോക്സിമേഷൻ അൽഗോരിതംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാൻഡമൈസ്ഡ് അൽഗോരിതംസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 8 ആണ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പൈലേഴ്സ് ആണ്. ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് നമുക്ക് നോക്കാനുള്ള ഫോർമൽ ലാംഗ്വേജ്, അതുപോലെ നോൺ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്, ഡയഗണൽ ആർഗ്യുമെന്റ്, റിസൾട്ട്സ് പാരഡോക്സ്. അപ്പം ഇതെല്ലാം നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രൂഫ് വേണം. ഇപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ ഡിഗ്രിക്ക് ബിടെക്കിന് പഠിച്ച പോലെ നമുക്ക് എന്താ ഈ പ്രൂഫുകളൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് അത് വെച്ചുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ ആ ഒരു കാര്യങ്ങളും മാത്രം, മെയിൻ പോയിന്റ്സുകൾ മാത്രം നമ്മൾ നോക്കിപ്പോയാൽ മതി. റെഗുലർ ലാംഗ്വേജ് മോഡൽസിനകത്ത് വരുമ്പോൾ നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, DFA, non-deterministic finite automata, equivalence of DFA and MDFA, regular languages, regular grammar, regular expressions, properties of regular language, പമ്പിംഗ് ലെമ്മ, നോൺ ടെർമിനൽ ലാംഗ്വേജ് ലെക്സിക്കൽ അനാലിസിസ്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് ഈ DFA, MDFAയുടെ ചിലപ്പം ഒരു സാമ്പിൾ എന്തെങ്കിലും ഒരു ഫിഗർ തന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സ് ഏതാണെന്നുള്ളത് 4 ഓപ്ഷൻ തരും. അപ്പോൾ അത് ഏത് ഓപ്ഷനാണോ മാച്ചിങ് ആയിട്ട് വരുന്നത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ രീതിയിലത് ചോദിക്കാറുള്ളത്. മനസ്സിലായി? അതായത് ഒരു ഫിഗർ തന്നിട്ട് ഈ ഫിഗർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഫിഗർ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും UGC നെറ്റിന് നമുക്ക് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ റെഗുലർ ഗ്രാമറിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് വെച്ചുള്ളതാണെങ്കിലും ഈ പ്രോപ്പർട്ടീസ് ഓഫ് റെഗുലർ ലാംഗ്വേജ് ഒക്കെ മിക്കവാറും അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്നതാണ്. ഓക്കെ,
പമ്പില്ലമ്മയൊക്കെ ആണെങ്കിലും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൂഫ് നോക്കിയിട്ടേലും ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മാത്രം മതിയാകും. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് വരുമ്പോഴാണെങ്കിലും പുഷ് ഡൗൺ ഓട്ടോമേറ്റഡ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റഡ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ചോംസ്കി നോർമൽ ഫോം, ഗ്രേബാക്ക് നോർമൽ ഫോം, ആംബിഗിറ്റി, പാഴ്സ്ഡ് റെപ്രസെന്റേഷൻ ഓഫ് derivation trees, equivalence of PDA and context free grammar, properties of context free language. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ പുഷ് ഡൗൺ ഓട്ടോമേറ്റ് ആണെങ്കിലും അതിന്റെ ആ ടപ്പിൾസും പിന്നെ അതിന്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വരുമ്പോഴും അതിന്റെ ചോംസ്കി നോർമൽ ഫോമിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഗ്രേബാക്ക് ഫോമിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പാഴ്സ് ട്രീ നമ്മൾ ഡെറിവേഷൻ ട്രീ എങ്ങനെയാണ് പാഴ്സ് ട്രീ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. പ്രോപ്പർട്ടീസ് വെച്ചായിരിക്കും ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറും ഈ നോർമൽ ഫോംസ്, ചോംസ്കി നോർമൽ ഫോമും ഗ്രേബാക്ക് നോർമൽ ഫോമിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ നോക്കിയിട്ടൊന്ന് പോയാൽ മതിയാകും. ഓക്കെ. ട്യൂറിംഗ് മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്യൂറിംഗ് മിഷൻ എന്ന് പറയുന്നത്. ട്യൂറിംഗ് മിഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിച്ചാൽ കുറച്ച് ടഫായിരിക്കും, പക്ഷെ തിയറി ആയിട്ട് ചോദിക്കുവാണെങ്കിൽ തന്നെ വളരെ എളുപ്പമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മിഷൻ ആൻഡ് ഇറ്റ്സ് വേരിയേഷൻസ്, യൂണിവേഴ്സൽ ട്യൂറിംഗ് മിഷൻ, മോഡൽസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് ജസ്റ്റ് Turing test is recursively enumerable language, context sensitive language, unrestricted grammar, Chomsky hierarchy of language, construction of Turing machine for simple problems. ഇതിനകത്ത് മെയിനായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ജസ്റ്റസിസ്, പിന്നെ റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോപ്പർട്ടീസ് വെച്ച് തന്നെ മിക്കവാറും പല രീതിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് UGC നെറ്റിന്. അതിപ്പം ഗേറ്റ് എക്സാം ആണെങ്കിലും ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഏരിയയിൽ. റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് സെൻസിറ്റീവ് ലാംഗ്വേജസ്, പിന്നെ ചോംസ്കി ഹൈറാർക്കി ഉണ്ട്, അപ്പം അതിന്റെ ഒരു ഹൈറാർക്കി നോക്കണം. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ട്യൂറിംഗ് മിഷൻ ഫോർ സിമ്പിൾ പ്രോബ്ലംസ് എന്ന് മാത്രമേ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അടുത്ത് നമുക്ക് വരുന്ന അൺസോൾവബിൾ പ്രോബ്ലംസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. ഇതിനകത്ത് അൺസോൾവബിൾ പ്രോബ്ലം, ഹൗൾട്ടിംഗ് പ്രോബ്ലം, പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം, അൺസോൾവബിൾ പ്രോബ്ലംസ് ഫോർ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, മെഷറിംഗ് ആൻഡ് ക്ലാസിഫൈങ് കോംപ്ലക്സിറ്റി, ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്. ഇതിനകത്ത് നമുക്കും ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഹോൾട്ടിംഗ് പ്രോബ്ലം എന്താണെന്നുള്ളതും പിന്നെ തന്നെ ഇതൊക്കെ നോക്കിയിട്ട് പോകണം. പോസ്റ്റ് കറസ്പോണ്ടൻസ് പ്രോബ്ലം, അൺസോൾവബിൾ പ്രോബ്ലംസ്, പിന്നെ തന്നെ ട്രാക്റ്റബിൾ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ്, ഇത് തമ്മിലുള്ള കമ്പാരിസൺസ് ആൻഡ് ഡിഫറൻസ് എല്ലാം ഒന്ന് മനസ്സിലാക്കി, തിയറി ഒന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പോയാൽ മാത്രം മതിയാകും. അടുത്ത നമുക്ക് ഒരു സിൻടാക്സ് അനാലിസിസ് ആണ്. ഇതിനകത്ത് അസോസിയേറ്റിവിറ്റി, പ്രസിഡൻസ്, ഗ്രാമർ ട്രാൻസ്ഫോർമേഷൻസ്, ടോപ്പ് ഡൗൺ പാഴ്സിംഗ്, റിക്കേഴ്സീവ് ഡിസന്റ്, പ്രെഡിക്റ്റീവ് പാഴ്സിംഗ്, LL1 പാഴ്സിംഗ്, ബോട്ടം അപ്പ് പാഴ്സിംഗ്, LR പാഴ്സർ, LLR പാഴ്സർ, ഇതൊക്കെയാണ് നമുക്ക് സിൻടാക്സ് അനാലിസിസ് വരുന്നത്. ഈ പാഴ്സിംഗ് ഒക്കെ ആണെങ്കിലും അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറില്ല. ഈ പാഴ്സിംഗിന്റെ പാഴ്സേഴ്സിന്റെ പേരുകൾ, ഇത് ഏത് ടൈപ്പിൽ വരുന്നതാണ്, ബോട്ടം അപ്പ് പാഴ്സിംഗിന്റെ പ്രത്യേകത എന്താ, LLR പാഴ്സിംഗിന്റെ പ്രോപ്പർട്ടീസ് എന്താ, ഇതൊക്കെ റിക്കേഴ്സീവ് ഡിസന്റ്, പ്രെഡിക്റ്റീവ് പാഴ്സിംഗിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ. അത് സെമാന്റിക് അനാലിസിസിനകത്ത് വരുന്നത് ആട്രിബ്യൂട്ട്, ഗ്രാമർ, സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനേഷൻ, ഇൻഹെറിറ്റഡ് ആൻഡ് സിന്തസിസ് ആട്രിബ്യൂട്ട്സ്, ഡിപെൻഡൻസി ഗ്രാഫ്, ഇവാലുവേഷൻ ഓർഡർ, attributed and L attributed definition, style checking. സെമാന്റിക് അനാലിസിസ് മെയിനായിട്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. റൺ ടൈം സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ സ്റ്റോറേജ് ഒപ്റ്റിമൈസേഷൻ, ആക്ടിവേഷൻ റെക്കോർഡ്, സ്റ്റാക്ക് അലോക്കേഷൻ ഓഫ് ആക്ടിവേഷൻ റെക്കോർഡ്, പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം, സിമ്പിൾ ടേബിൾ. റൺ ടൈം സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ആക്ടിവേഷൻ റെക്കോർഡിന്റെ കാര്യം മാത്രം, ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു വർക്കിംഗ് മാത്രം മെയിനായിട്ട് നോക്കി പോയാൽ മതി. സിമ്പിൾ ടേബിൾ എന്തൊക്കെയാണ് സിമ്പിൾ ടേബിൾ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത്. ആക്ടിവേഷൻ ട്രീയുടെ പ്രത്യേകതകൾ, പിന്നെ ആ ഒരു സ്റ്റോറേജ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നോക്കിക്കൊണ്ട് പോയാൽ മതി. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. റെപ്രസെന്റേഷൻ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നതാണ്. UGC നെറ്റിനാണെങ്കിലും ഗേറ്റ് എക്സാമിനാണെങ്കിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻ. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ലേഷൻ, ഡിക്ലറേഷൻസ്, അസൈൻമെന്റ്സ്, കൺട്രോൾ ഫ്ലോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് പ്രൊസീജിയർ കോഡ്സ്. അടുത്ത് നമുക്ക് വരുന്നത് കോഡ് ജനറേഷൻ ആൻഡ് കോഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ഫ്ലോ, ഡേറ്റ ഫ്ലോ ആൻഡ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്.
ലോക്കൽ ഒപ്റ്റിമൈസേഷൻ, ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ, ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ, ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ്. അപ്പോൾ ഇതെല്ലാം ഈ ഓരോ ഒപ്റ്റിമൈസേഷൻ, ലോക്കല്, ഗ്ലോബല്, ലൂപ്പ്, പീപ്പ് ഹോൾ, ഈ ഒപ്റ്റിമൈസേഷൻ എല്ലാം നമ്മളൊരു വിത്ത് എക്സാമ്പിൾ വെച്ചൊന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതിയാകും. ഓക്കെ, ഒപ്റ്റിമൈസേഷൻ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയാൽ മതിയായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് യൂണിറ്റ് 9 ആണ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ശരിക്കും ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ആദ്യം കമ്പോണൻസ് ഓഫ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ്, ഇതിൻ്റെ എക്സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾ വേണം പഠിക്കാൻ. ഡ്യൂപ്ലെക്സ് മോഡ് കമ്മ്യൂണിക്കേഷൻ, അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, അതിൻ്റെ ജസ്റ്റ് ഫിഗേഴ്സ്, നോയ്സ്ലെസ് ആൻഡ് നോയ്സി ചാനൽസ്, ബാൻഡ് വിഡ്ത്ത്, ത്രോപുട്ട് ആൻഡ് ലേറ്റൻസി. ഇതൊക്കെ എന്താണുള്ളത്, ത്രോപുട്ട് എന്താ, ലേറ്റൻസി എന്താ, ബാൻഡ് വിഡ്ത്ത് എന്താ, മനസ്സിലാക്കി പഠിച്ചു പോകുക. ഡിജിറ്റൽ ആൻഡ് അനലോഗ് ട്രാൻസ്മിഷൻ, ഡാറ്റ എൻകോഡിംഗ് ആൻഡ് മോഡുലേഷൻ ടെക്നിക്സ്, ഏതൊക്കെ ടൈപ്പ് മോഡുലേഷൻസ് ഉണ്ട്, ബ്രോഡ്ബാൻഡ് ആൻഡ് ബേസ്ബാൻഡ് ട്രാൻസ്മിഷൻസ്, കമ്പാരിസൺ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. മൾട്ടിപ്ലക്സിങ്ങിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നതാണ് മിക്കവാറും യൂസിന്. അതായത് ഈ ഗാർഡ് ബാൻഡ് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ മിക്കവാറും ചോദിക്കുന്നത്. ട്രാൻസ്മിഷൻ മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫൈബർ ഒപ്റ്റിക്സ്, കോയാക്സിയൽ കേബിള്, ഇതിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, കേബിൾ ലെങ്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മിഷൻ എറേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം ആയാലും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജീസ്, ലാൻഡ് മാൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വയർലെസ് നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്. നെറ്റ്വർക്ക് മോഡൽസ് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയർഡ് ആർക്കിടെക്ചർ, വോയിസ് റെഫറൻസ് മോഡൽ ആൻഡ് പ്രോട്ടോകോൾസ്, TCP പ്രോട്ടോകോൾ, ഫിസിക്കൽ ലോജിക്കൽ പോർട്ട് ആൻഡ് സ്പെസിഫിക് അഡ്രസ് സ്വിച്ചിങ് ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ വോയിസ് റെഫറൻസ് മോഡലിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓരോ ലെയറിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ട് പോകാം ഓരോ ലെയറിന്റെ ഒരു ഫംഗ്ഷൻ കണ്ടാൽ അത് ഏത് ലെയറിന്റെ ഫംഗ്ഷൻ ആണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിന് ചോദിക്കുന്നതാണ്. ഫങ്ഷൻസ് ഓഫ് വോയിസ് ഇൻ TCP ലേയേഴ്സ്, ഫ്രെയിമിംഗ്, എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റുന്നതാണ്. സിംഗിൾ ബിറ്റ് എററും, ബേസ്റ്റ് എറർ, ഓക്കെ, ഹാമിംഗ് കോഡ്, അതൊക്കെ ചോദിക്കുന്നതാണ്. ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ, സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ, HDLC. ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ നോക്കിയാണെങ്കിലും പ്രോബ്ലംസ് ചോദിക്കുന്നത് ഡയറക്റ്റ് ഫോർമുല വെച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. HDLC, മൾട്ടിപ്പിൾ ആക്സസ്, CSMS CD, CSMS CA ഒക്കെ ആണെങ്കിലും ആ തിയറി ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. CSMS CD ഒക്കെ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു ടൈപ്പ് പ്രോബ്ലമാണ്. ആ ഒരു ടൈപ്പ് പ്രോബ്ലം മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഇത് കണ്ടുപിടിക്കുന്നതാണ്, അതായത് ഫ്രെയിം ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം, അതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. റിസർവേഷൻ, പോളിംഗ്, ടോക്കൺ പാസിംഗ്, FDMS, CDMA, TDMA ഇമ്പോർട്ടൻ്റ് ആണത്. നെറ്റ്വർക്ക് ഡിവൈസസ്, അത് ഓരോ നെറ്റ്വർക്ക് ഡിവൈസസ് എല്ലാം നോക്കിയിട്ട് പോകണം. റൂട്ടർ, ഹബ്, ഇതൊക്കെ നോക്കിയിട്ട് പോകണം. ബാക്ക് ബോൺ നെറ്റ്വർക്ക്, വിർച്വൽ ലാൻസ്, IPv4 സ്ട്രക്ചർ ആൻഡ് അഡ്രസ് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്ഫുൾ ആൻഡ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ്, ഇത് വെച്ച് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ക്ലാസ്ഫുള്ളും ക്ലാസ്ലെസ് അഡ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇത് ക്ലാസ് ആണ് ഐഡന്റിഫൈ ചെയ്യാനുള്ളതും, എത്ര നെറ്റ്വർക്ക് എന്നുള്ളതും, അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എത്ര ആകും, അതിന്റെ എൻഡിങ് അഡ്രസ്, ആ റേഞ്ച്, എല്ലാം ചോദിക്കുന്നതാണ്. ഇതിനകത്ത് സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാനും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാഗ്രാം ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ചെക്സം, IPv6 ഫ്രെയിം പാക്കറ്റ് ഫോർമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ARP ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ടിംഗ് അൽഗോരിതംസ്, TCP, UDP, പിന്നെ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ ആൻഡ് കൺജഷൻ കൺട്രോൾ. ഈ ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ശരിക്കും പറയാൻ. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്, WWW. ഇതിനകത്ത് നമ്മൾ URL, ഡൊമൈൻ നെയിം സർവീസ്, DNS റെസൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊല്യൂഷൻ, DNS, മാപ്പിംഗ് നെയിം ടു അഡ്രസ് ആൻഡ് അഡ്രസ് ടു നെയിംസ്, ഇലക്ട്രോണിക് മെയിൽ ആർക്കിടെക്ചർ, SMTP, POP, IMAIL, IMAP, ടെൽനെറ്റ്, FTP, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതിനകത്ത് നോക്കാം, നമ്മൾ തിയറി മനസ്സിലാക്കി പോയാൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്കകത്താണെങ്കിൽ മാൽവെയർസ്, ക്രിപ്റ്റോഗ്രഫി ആൻഡ് സ്റ്റെഗ്നോഗ്രഫി, സീക്രട്ട് കീ അൽഗോരിതംസ്, പബ്ലിക് കീ അൽഗോരിതംസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആൻഡ് ഫയർവാൾസ് എന്നൊക്കെയാണെങ്കിലും മിക്കവാറും പ്രോപ്പർട്ടീസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ക്രിപ്റ്റോഗ്രഫി ആണെങ്കിലും എളുപ്പമാണെങ്കിൽ
പബ്ലിക് അൽഗോരിതംസ്, ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഡിജിറ്റൽ സിഗ്നേച്ചർ, ആർ സെർച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പിക്സ് സീരിയൽ കമ്പ്യൂട്ടേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഏരിയയാണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൊബൈൽ ടെക്നോളജി ആണെങ്കിലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. മൊബൈൽ ടെക്നോളജി, GSM ആൻഡ് CDMA, സർവീസസ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് GSM, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, മിഡിൽ വെയർ ആൻഡ് ഗേറ്റ്വേ, mobile IP and mobile communication protocol, communication satellite, wireless network and topologies, cellular topology, ad hoc network, wireless transmission and wireless LAN, വയർലെസ് ജിയോലൊക്കേഷൻ സിസ്റ്റം, GPRS ആൻഡ് SMS. ഇതൊക്കെ നമ്മൾ വലിയ ആർക്കിടെക്ചർ പഠിക്കുന്ന പോലെ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത നമുക്ക് വരുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് IoT ആണ്. SaaS, PaaS, IaaS, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്, വെർച്വലൈസേഷൻ, വെർച്വൽ സെർവർ, ക്ലൗഡ് സ്റ്റോറേജ്, ഡേറ്റാബേസ് സ്റ്റോറേജ്, റിസോഴ്സ് മാനേജ്മെന്റ്, സർവീസ് ലെവൽ അഗ്രിമെന്റ്, ബേസിക്സ് ഓഫ് IoT. ഇതെല്ലാം നമ്മൾ ആ ഒരു SaaS, PaaS, IaaS ഇതിന്റെ എല്ലാം ആ ഒരു എങ്ങനെയാണ് ഇത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെ അതിന്റെ എന്താണ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിർച്വൽ സെർവർ എന്താണ്, എന്തിനു വേണ്ടിയാണ്, ക്ലൗഡ് സ്റ്റോറേജ് എങ്ങനെയാണ് നടക്കുന്നത്, ഡേറ്റാബേസ് സ്റ്റോറേജ് എങ്ങനെയാണ്, വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ബേസിക് ലെവൽ, ബേസിക്സ് ഓഫ് IoT, ബേസിക്സ് മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാൽ. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ആദ്യം അപ്രോച്ചസ് ടു AI, ട്യൂറിംഗ് ടെസ്റ്റ് ആൻഡ് റേഷണൽ ഏജന്റ് അപ്രോച്ചസ്, സ്റ്റേറ്റ് സ്പേസ് റെപ്രസെന്റേഷൻ ഓഫ് പ്രോബ്ലംസ്, ഹ്യൂറിസ്റ്റിക് സെർച്ച് ടെക്നിക്സ്, ഗെയിം പ്ലേയിങ്, മിൻമാക്സ് സെർച്ച്, ആൽഫ ബീറ്റ കട്ട് ഓഫ് പ്രൊസീജിയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗെയിം പ്ലേയിങ്, മിൻമാക്സ് സെർച്ച്, ആൽഫ ബീറ്റ കട്ട് ഓഫ് ഇതിൻ്റെയൊക്കെ ആ പ്രൊസീജിയർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, ഇനി നോളജ് റെപ്രസെന്റേഷൻ വരുമ്പോൾ ലോജിക്, സെമാൻറ്റിക് നെറ്റ്വർക്ക്, ഫ്രെയിംസ്, റൂൾസ്, സ്ക്രിപ്റ്റ്, കൺസെപ്ച്വൽ ഡിപെൻഡൻസി ആൻഡ് ontologies, എക്സ്പേർട്ട് സിസ്റ്റം ആൻഡ് ഹാൻഡ്ലിംഗ് അൺസർട്ടനിറ്റി ഇൻ നോളജ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ആ റെപ്രസെന്റേഷൻ ആണ്, പല റെപ്രസെന്റേഷൻ ആണ്, ഇത് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ എല്ലാവരും. ഇനി അടുത്ത് വരുന്നത് പ്ലാനിങ്, കമ്പോണൻസ് ഓഫ് പ്ലാനിങ് സിസ്റ്റം, ലീനിയർ ആൻഡ് നോൺ ലീനിയർ പ്ലാനിങ്, അതുപോലെ ഗോൾ സ്റ്റാക്ക് പ്ലാനിങ്, ഹൈറാർക്കിക്കൽ പ്ലാനിങ്, STRIPS, പാർഷ്യൽ ഓർഡർ പ്ലാൻ. ഇതിൻ്റെയും ജസ്റ്റ് കൺസെപ്റ്റുകൾ, ഒരു തിയറി ആ ഒരു തിയറി ഒക്കെ ഒന്ന് വായിച്ചിട്ട് മാത്രം എല്ലാവരും പോയാൽ മതി. ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് പാഴ്സിംഗ് ടെക്നിക്സ്, സെമാൻറ്റിക് അനാലിസിസ്, മൾട്ടി ഏജന്റ് സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ ഏജൻസ് ഓപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജൻസ് ആൻഡ് എക്സ്പെർട്ട് സിസ്റ്റംസ്, ജനറിക് സ്ട്രക്ചർ ഓഫ് മൾട്ടി ഏജന്റ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമാൻറ്റിക് വെബ്, ഏജന്റ് കമ്മ്യൂണിക്കേഷൻ, നോളജ് ഷെയറിംഗ് യൂസിങ് ontologies, ഏജന്റ് ഡെവലപ്മെന്റ് ടൂൾസ്. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് മിക്കവാറും UGC നെറ്റിന് ചോദിക്കുന്നതാണ്. ഫസി സെറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നോഷൻ ഓഫ് ഫസിനെസ്, മെമ്പർഷിപ്പ് ഫങ്ഷൻസ്, ഫസിഫിക്കേഷൻ ആൻഡ് ഡീഫസിഫിക്കേഷൻസ്, ഓപ്പറേഷൻസ് ഓൺ ഫസീസ്. ഓപ്പറേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസി സെറ്റിന്റെ. ഫസി ഫങ്ഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക് വേരിയബിൾ, ഫസി റിലേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസി റൂൾസ്, ഫസി ഇൻഫറൻസ്, ഫസി കൺട്രോൾ സിസ്റ്റം ആൻഡ് ഫസി റൂൾ ബേസ്ഡ് സിസ്റ്റംസ്. ജനറ്റിക് അൽഗോരിതംസും ഇമ്പോർട്ടൻ്റ് ആണ്. എൻകോഡിംഗ് സ്ട്രാറ്റജീസ്, ജനറ്റിക് ഓപ്പറേറ്റർ, ഫിറ്റ്നസ് ഫങ്ഷൻ, GA സൈക്കിൾ, പ്രോബ്ലം സോൾവിംഗ് യൂസിങ് GA ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടി ഈസിയാണ് ജനറ്റിക് അൽഗോരിതംസ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണെങ്കിലും ഈസിയാണ്, ഇമ്പോർട്ടൻറ്റും ആണ്. സൂപ്പർവൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, പെർസെപ്ട്രോൺ, മൾട്ടിലെയർ പ്രോസസ്സിംഗ്, സെൽഫ് ഓർഗനൈസിംഗ് മാപ്പ്, ഹോപ്ഫിൽ നെറ്റ്വർക്ക്. ഇതിനകത്ത് എല്ലാ എക്സാമ്പിൾസും ഓരോ സൂപ്പർവൈസ്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്ഡ് ലേണിംഗ് എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, സിംഗിൾ പെർസെപ്ട്രോണും മൾട്ടി ലെയർ പെർസെപ്ട്രോണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും പോകാവും. ഓക്കെ, താങ്ക് യു.